ഹായ് എവരി വൺ, ന്യൂ റൂട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്നേക്ക് പ്ലാന്റ് അഥവാ സാൻസിവേരിയെക്കുറിച്ചാണ്. ഇതിനെ മദർ ഇൻ ലോ സ്റ്റങ്ക് എന്നും പറയും. നമ്മൾ ഇന്ന് ഇതിൻ്റെ ഗ്രോത്തും വാട്ടറിങ്ങും പ്രൊപ്പഗേഷനെ കുറിച്ചും നോക്കാം. സ്നേക്ക് പ്ലാന്റ് ഒരു കോമൺ ഔട്ട്ഡോർ പ്ലാന്റ് ആണ്, പക്ഷേ ഇതൊരു നല്ല ഇൻഡോർ പ്ലാന്റ് കൂടിയാണ്. ഇൻഡോർ പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിന് ചൂസ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റ്. ഇതിൻ്റെ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. കൂടാതെ ഇതിനെ ഹാർഡ് ടു കിൽ പ്ലാന്റ് എന്നും വിശേഷിപ്പിക്കാം, കാരണം ഇതിനെ ഇല്ലാതാക്കുന്നത് വളരെ പ്രയാസമാണ്. പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങെക്കുറിച്ച് 2-3 ആഴ്ചയിൽ ഒരിക്കൽ ഇതിന് വെള്ളമൊഴിച്ചാൽ മതിയാവും. അത് നന്നായി തന്നെ വളർന്നോളും. വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ മണ്ണ് നന്നായി ഡ്രൈ ആയ ശേഷം മാത്രമേ വെള്ളമൊഴിക്കാവൂ. പക്ഷേ ചിലപ്പോഴൊക്കെ അറിയാതെ വെള്ളം കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല, അത് ടോളറേറ്റ് ചെയ്തോളും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതൊരു ലോ ലൈറ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്. സൺലൈറ്റ് ഒട്ടുമില്ലാത്ത സ്ഥലത്തും അത് വളരും. പിന്നെ സ്നേക്ക് പ്ലാന്റ് ഒരു നല്ല എയർ പ്യൂരിഫയർ കൂടിയാണ്. അത് ടോക്സിൻസിനെ ലീഫ് വഴി അബ്സോർബ് ചെയ്ത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് എയറിലുള്ള ഫോർമാൽഡിഹൈഡ്, സൈലിൻ, നൈട്രജൻ തുടങ്ങിയ ടോക്സിൻസിനെ വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ബെഡ്റൂം പ്ലാന്റായും വളർത്താം. രാത്രി സമയങ്ങളിലും ഇത് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്ത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓഫീസ് റൂമുകളിലും ഇത് വളർത്താവുന്നതാണ്. കാണാനും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത, അത് കാണാൻ പ്രത്യേകിച്ചൊരു ബ്യൂട്ടി തന്നെയാണ്.